എല്ലാ മാന്യപ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. STV ന്യൂൺ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. പൂവിളിയും ആർപ്പുവിളിയുമായി ഓണാഘോഷ തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി മുസ്ലിം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. നാടെങ്ങും വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. കർഷകർക്ക് കണ്ണീരോണം. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. കർഷകരെ അണിനിരത്തി കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണം നാളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നോണത്തെ വരവേറ്റിരിക്കുകയാണ് ഒരിക്കൽ കൂടി മലയാളികൾ. കാർഷിക സമൃദ്ധിയുടെ തിരുവോണത്തെ വരവേറ്റതോടെ ഇന്ന് മലയാളക്കരയിൽ ആഘോഷത്തിമിറപ്പിലാണ് മലയാളികൾ. രാവിലെ ഭവനങ്ങളിൽ പൂക്കളം തീർത്തു. ആർപ്പുവിളിയും പൂവിളിയുമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് എങ്ങുമുള്ള മലയാളികൾ. പൂക്കളം ഒരുക്കലും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കലും ആഘോഷത്തിൻ്റെ ഭാഗമായി. ഓണം സമ്പൽ സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലോകമെങ്ങുമുള്ള മലയാളികളും ഇന്ന് തിരുവോണം ആഘോഷിച്ചു വരികയാണ്. നാടെങ്ങും ഓണാഘോഷ പരിപാടികളും സജീവമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനത്തിൻ്റെ ഭാഗമായി കുളപ്പുള്ളിയിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. കുളപ്പുള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു നബിദിന റാലി. കുളപ്പുള്ളി ടൗണിലൂടെ ചുറ്റി വിവിധ ഭാഗങ്ങളിലൂടെ നീങ്ങിയ റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഗ്രാൻഡ് മൗലീദ്, കുട്ടികളുടെ വിജ്ഞാന പരിപാടികൾ എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു വരികയാണ്. ചെറുതുരുത്തി മുനീർ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മദ്രസയിൽ നടന്ന പതാക ഉയർത്തൽ കർമ്മം മഹല്ല് പ്രസിഡന്റ് CM സൈദലവി ഹാജി നിർവഹിച്ചു. മദ്രസയിൽ നടന്ന പതാക ഉയർത്തൽ കർമ്മം മഹല്ല് പ്രസിഡന്റ് CM സൈദലവി ഹാജി നിർവഹിച്ചു. മഹല്ല് ഖത്തീബ് ജാഫർ അമീൻ കാമിൽ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ അധ്യാപകനായ അൽ ആഫിദ് സൽമാൻ ഉമ്മർ യമനി, മറ്റു ഭാരവാഹികളായ മുഹമ്മദ് ഷിഹാബ്, സിദ്ദീഖ്, മുഹമ്മദ് കുട്ടി ഹാജി, അബ്ദുൾ റസാഖ്, അബ്ദുൾ ജലീൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ദഫ്മുട്ടിന്റെയും സ്കൗട്ടിന്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് മുഹമ്മദ് നബിയുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ചെറുതുരുത്തി ടൗൺ ചുറ്റി പുതുശ്ശേരി വഴി കോഴിമാപറമ്പ് ക്ഷേത്രം പരിസരത്തിലൂടെ നീങ്ങി ചെറുതുരുത്തിയിൽ സമാപിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണവും പായസ വിതരണവും നടന്നു. വീടുകളിലേക്കുള്ള ഭക്ഷണം ചെറുതുരുത്തി സിറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മറ്റു കലാപരിപാടികളും വെള്ളി ശനി ദിവസങ്ങളിലായി ചെറുതുരുത്തിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോയ്ക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവോണം നാളിൽ കർഷകരെ അണിനിരത്തിക്കൊണ്ട് കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെക്കൽ സമരം നടത്തിയത്. പ്രതിഷേധ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NK ശശിധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി PR രമേശ്, മുൻ മണ്ഡലം പ്രസിഡന്റ് MK സുരേഷ്, PK കൃഷ്ണദാസ്, മണ്ഡലം ട്രഷറർ കൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സുലൈമാൻ, ശാന്തകുമാരൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് PP സുധ, കർഷക കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ തിരുവോണ നാളിൽ കോട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കഞ്ഞി വെച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. കർഷകരെ ദ്രോഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി കർഷകർ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കോട്ടയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇന്നിവിടെ പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലെ ആഗോളമുള്ള മുഴുവനായിട്ടുള്ള കർഷകർ അളന്ന നെല്ല്
നെൽകർഷകർ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ അളന്നിട്ടുള്ള നെല്ലിൻ്റെ പണം നാളിതുവരെ 7 മാസമായിട്ട് പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ കണക്കുകൾ നിരപരാധികരായ കർഷകർ, അസംഘടിതരായ കർഷകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് 1 രൂപ പോലും നാളിതുവരെ നൽകാൻ കർഷകർക്ക് തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിർധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം സുനിത അധ്യക്ഷത വഹിച്ചു. വാർഡിലെ 100 കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഒരു സമ്മാനം, അത്രയാണ് ഞാൻ ഈ ഉത്രാട ദിനത്തിൽ ഓണത്തിനൊരു സമ്മാനമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊരു വേറൊരു വലിയൊരു വാർത്തകൾക്കോ അല്ലെങ്കിൽ വേറൊരു പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിഗണന 2015 ഞാൻ ഇവിടെ മെമ്പറായിട്ട് വരുമ്പോൾ, അതിനുശേഷം ഈ 10 വർഷത്തോളം ഞാനിവിടെ മെമ്പറായിട്ട് ഇല്ലാതിരുന്ന സമയത്തും സുനിത മെമ്പർ 5 വർഷത്തോളം ഉണ്ടായിരുന്ന സമയത്തും നിങ്ങളിൽ ഓരോരുത്തരും എനിക്ക് തന്നിട്ടുള്ള പരിഗണന, ചില ആളുകൾക്ക് എന്നെ മകനെ പോലെ, ചില ആളുകൾക്ക് ഞാൻ സഹോദരനെ പോലെ, ചില ആളുകൾക്ക് കൂട്ടുകാരന്മാരെ പോലെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള പരിഗണന എനിക്ക് ഏറ്റവും കൂടുതലായിട്ട്, എൻ്റെ ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാൻ അതിനെ കാണുന്നത്. കാരണം നിങ്ങളാണ്, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ പരിഗണനയാണ്, നിങ്ങളുടെ കരുതലാണ് എൻ്റെ എല്ലാം എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വളരെയധികം വിനയപൂർവ്വം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രേമദാസ്, റിൻഷ, ഷഫീഖ്, ഷാഹിന, യൂനുസ്, ബാലൻ, രാജീവ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസും സ്മാർട്ട് വില്ലേജ് ഓഫീസാകുന്നു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓങ്ങല്ലൂർ 1 സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നത്. ഇതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് മണ്ഡലമായി മാറും. നേരത്തെ ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മരുതൂരിലാണ് നിലവിൽ 1 വില്ലേജ് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്നത്. സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതി പ്രകാരമാണ് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് നവീകരിക്കുന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 2 വില്ലേജ് ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. ഇതിലൊന്ന് വാരണാകുറിശ്ശിയിൽ പ്രവർത്തിക്കുന്ന 2 വില്ലേജ് ഓഫീസ് നേരത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റിയിരുന്നു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2 വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കി മാറ്റുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ 9 വില്ലേജ് ഓഫീസുകളിൽ 7 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറിയിട്ടുണ്ട്. മരുതൂരിലെ 1 വില്ലേജ് ഓഫീസും പട്ടാമ്പി വില്ലേജ് ഓഫീസുമാണ് ഇനി മാറാനുള്ളത്. പട്ടാമ്പിയിൽ നിർമ്മിക്കുന്ന റവന്യൂ ടവറിൽ പട്ടാമ്പി വില്ലേജ് ഓഫീസും ഉൾപ്പെടുന്നതാണ്. ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടുകൂടി പട്ടാമ്പി സമ്പൂർണ്ണ സ്മാർട്ട് വില്ലേജ് ഓഫീസ് മണ്ഡലമായി മാറും. നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഭാഗമായി സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ പരിമിതിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നതോടെ പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. സ്മാർട്ട് വില്ലേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഓങ്ങല്ലൂർ 1 വില്ലേജ് ഓഫീസ് പട്ടാമ്പി ഷൊർണൂർ റോഡിൽ പോക്കുപടി ജംഗ്ഷനിലെ ഒരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് താൽക്കാലികമായി പ്രവർത്തനം മാറ്റിയിട്ടുണ്ട്. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. മണ്ണൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണവും ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ നിർവഹിച്ചു. നമുക്കൊന്നും വാങ്ങാൻ കഴിയാത്ത രൂപത്തിൽ, സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ സാധനങ്ങളുടെ വില വർദ്ധിക്കാറുണ്ട്. ഈ വർഷം അത് എല്ലാ വർഷവും അതേപോലെ മാർക്കറ്റ് ഇടപെടാറുണ്ട്. എന്നിരുന്നാലും ഇക്കുറി ഒരു പ്രത്യേകത, എവിടെ നോക്കിയാലും അത് മാവേലി സ്റ്റോറിലാവട്ടെ, മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലാവട്ടെ, എവിടെ നോക്കിയാലും ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വലിയ രൂപത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ, മാർക്കറ്റിൽ വില വർദ്ധിക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങളിൽ, നമുക്കറിയാം ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ ബക്രീദ് ഉൾപ്പെടെയുള്ള പെരുന്നാൾ ആഘോഷങ്ങൾ. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് മുത്തലി, എ കെ ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, അൻവർ സാദിഖ്, സരിത, എച്ച് ഐ സുരേഷ് എന്നിവർ സംസാരിച്ചു. 110 കിടപ്പ് രോഗികൾക്കാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാർഷിക സമൃദ്ധിയുടെ പൊന്നോണത്തെ വരവേറ്റ് മലയാളികൾ. പൂവിളിയും ആർപ്പുവിളിയുമായി ഓണാഘോഷത്തിമിർപ്പിൽ മലയാളക്കര. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ സജീവം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി മുസ്ലിം മതവിശ്വാസികൾ നബിദിനം ആഘോഷിക്കുന്നു. നാടെങ്ങും വിവിധ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും ആഘോഷ പരിപാടികളും. കർഷകർക്ക് കണ്ണീരോണം.
സപ്ലൈകോക്ക് നെല്ല് നൽകി 6 മാസം കഴിഞ്ഞിട്ടും കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് പരാതി. കർഷകരെ അണിനിരത്തി കോട്ടയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവോണം നാളിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.